മൂലം ധർമ്മതരോർവിവേകജലധേഃ പൂർണേന്ദുമാനന്ദദം വൈരാഗ്യാംബുജഭാസ്കരം ത്വഖഹരം ധ്വാന്താപഹം താപഹം മോഹാംബോധരപുഞ്ചപാടനവിധൗ ഖേ സംഭവം ശങ്കരം വന്ദേ ബ്രഹ്മകുല കളങ്കശമനം ശ്രീരാമഭൂപം പ്രിയം ആർത്താനാമാർത്തിഹന്താരം ഭീതാനാം ഭയനാശനം ദ്വിഷതാം കാലദണ്ഡം തം രാമചന്ദ്രം നമാമ്യഹം. രാമകഥാമൃതത്തിൻ്റെ 13-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാരതീയ പുരാണേതിഹാസങ്ങളുടെ വിവർത്തന കൃതികളുമായിട്ടാണ് മലയാളിക്ക് കൂടുതൽ അടുപ്പമുള്ളത്. മൂലകൃതി ഒട്ടുപേരും വായിച്ചിട്ടുണ്ടാവില്ല. ഒരു കൃതി മൂലഭാഷയിൽ നിന്നും വിവർത്തനം ചെയ്യുമ്പോൾ വിവർത്തകന് വേണ്ടത്ര സ്വാതന്ത്ര്യമെടുക്കുവാനുള്ള അവകാശമുണ്ട്. അതാണ് സ്വതന്ത്ര തർജ്ജമ. പദാനുപദ തർജ്ജമ മൂലകൃതിയെ അതേപടി ഉൾക്കൊള്ളുമ്പോൾ സ്വതന്ത്ര തർജ്ജമയിൽ വിവർത്തകന്റെ ത്യാഗഗ്രാഹ വിവേകശക്തിക്ക് കൂടുതൽ അവസരം ലഭിക്കുന്നു. എഴുത്തച്ഛൻ ഒരു സ്വതന്ത്ര വിവർത്തകനായിരുന്നു. കവിയെന്നല്ലാതെ സാധാരണയായി എഴുത്തച്ഛനെ ആരും വിവർത്തകൻ എന്ന് വിളിക്കാറില്ല. അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് എഴുത്തച്ഛൻ്റെ വാഗ്വിലാസം എടുത്തു കാണിക്കുന്ന ഗ്രന്ഥം. ഹരിനാമകീർത്തനമൊഴികെ 3 ഗ്രന്ഥങ്ങൾ എഴുത്തച്ഛൻ വിവർത്തനം ചെയ്തതാണ്. ലോകത്തിലെ ആദ്യത്തെ എഡിറ്റർ വേദവ്യാസൻ എന്ന് പറയുന്നത് പോലെ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത വിവർത്തകൻ എഴുത്തച്ഛനാണ്. എന്നിട്ടും കവി എന്ന പേരിലാണ് അദ്ദേഹത്തിന് ഖ്യാതി. സ്വതന്ത്രകൃതിയാകട്ടെ ഹരിനാമകീർത്തനവും മൂലകൃതിയെ അതിശയിപ്പിക്കും വിധമാണ് രാമായണ, ഭാരത, ഭാഗവത വിവർത്തനങ്ങൾ കൈകാര്യം ചെയ്തത് എന്ന് മുന്നേ തന്നെ സൂചിപ്പിച്ചുവല്ലോ. ഭാവം കൊണ്ടും ഭാഷ കൊണ്ടും മഹേന്ദ്രജാലം കാട്ടുകയായിരുന്നു ഈ നാട്ടെഴുത്തച്ഛൻ. സ്വന്തം പ്രാർത്ഥന ഇത്രമാത്രം സിദ്ധമാക്കിയ മറ്റൊരെഴുത്തുകാരൻ വേറെയില്ല. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേൻ വാണിടുക നാരദമെന്നുടെ നാവുതന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുദാ നാവിന്മേൽ നടനം ചെയ്യണാങ്കാനനേ യഥാ കാനനേ ദിഗംബരൻ വാരിജോദ്ഭവമുഖവാരിജവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ പാരാതെ സലക്ഷണം മേന്മേൽ മംഗളശീലേ എന്നാണ് ആ പ്രാർത്ഥന. സമുദ്രത്തിലെ തിരമാലകൾക്ക് നിശ്ചലതയില്ല. തിരമാല ഉണ്ടെങ്കിലേ കടൽ കടലാകും. തിര തീരത്തോടണയുമ്പോഴാണ് കടൽ പുഷ്പിണിയാകുന്നത്. അതുപോലെ പദാവലി തനിക്ക് യഥാസമയം നാവിൻ തുമ്പത്ത് വരണേ എന്നാണ് എഴുത്തച്ഛൻ്റെ പ്രാർത്ഥന. ഈ വരികളിലെ ഏറ്റവും പ്രധാനമായ വാക്ക് കാലേ കാലേ എന്നാണ്. യഥാസമയം എന്നർത്ഥം. യഥാസമയത്ത് വാക്കുകൾ വാർന്നു വീഴുന്നതിലെ അത്യപൂർവമായ കാന്തിക സ്പർശം വായനക്കാരിലുണ്ടാക്കുന്ന അനുഭൂതി സ്ഥിരമായി രാമായണം വായിക്കുന്നവർക്ക് മനസ്സിലാകും. എഴുത്തച്ഛൻ്റെ വിവർത്തനത്തിന് പിന്നിൽ വലിയൊരു സാമൂഹിക സത്യവും ചരിത്ര ദൗത്യവുമുണ്ട്. അതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം സ്വതന്ത്ര തർജ്ജമയ്ക്ക് രൂപം നൽകിയത്. എഴുത്തച്ഛൻ
ജന്മനാ കവിയായിരുന്നു, സാരസ്വതൻ. അങ്ങനെയൊരാൾക്ക് കാവ്യവിഷയം മാത്രം മതി പൂത്തുലയാൻ. എഴുത്തച്ഛൻ വിവർത്തനം ചെയ്തു തുടങ്ങിയപ്പോൾ വാൽമീകി രാമായണം മാത്രമല്ല, അധ്യാത്മ രാമായണവും മുമ്പിലില്ലായിരുന്നു. ഉള്ളിൽ ആമഗ്നമായ കാവ്യവിഷയങ്ങളിൽ നിന്ന് ആ കവിത കാലേ കാലേ വാർന്നു വീഴുകയായിരുന്നു. എഴുത്തച്ഛനൊരു സാമൂഹിക ദൗത്യം നിറവേറ്റാനുണ്ടായിരുന്നുവെന്ന് സൂചിപ്പിച്ചുവല്ലോ. അതിനാദ്യം അഭക്ത മനസ്സുകളിലേക്ക് ഭയവും ഭക്തിയും ഒരുപോലെ കടത്തിവിടുക എന്നതാണ് അദ്ദേഹം സ്വീകരിച്ച വഴി. ചെറിയൊരു അധർമ്മം ചെയ്യുന്നവർക്ക് പോലും ജീവിതത്തിൽ ശിക്ഷ വലുതായിരിക്കുമെന്ന് ചില രാമായണ സന്ദർഭങ്ങളിലൂടെ അദ്ദേഹം വ്യക്തമാക്കി. അത് ഏത് ധർമ്മമനുസരിച്ചാണെങ്കിലും നിരന്തരമായ രാമവിശേഷണങ്ങളിലൂടെ സന്ദർഭാനുയോജ്യമായി നാമസങ്കീർത്തനങ്ങൾ രാമായണത്തിൽ ചേർക്കുവാനും അദ്ദേഹം തുനിഞ്ഞത് ഇതിനാലാണ്. എന്നാൽ ഇതുമൂലം ചില കഥാപാത്രങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ എഴുത്തച്ഛൻ മുതിർന്നില്ല. വാൽമീകി രാമായണം അത്തരത്തിൽ എല്ലാ കഥാപാത്രങ്ങൾക്കും തുല്യമായ ഒരവസ്ഥാവിശേഷം അവരവരുടെ വ്യക്തിത്വങ്ങൾക്കനുസരിച്ച് നൽകിയെങ്കിലും തനിക്ക് നിർവഹിക്കാനുള്ള സാമൂഹിക ദൗത്യത്തിൽ അവ വിഘാതമാകുമെന്ന് തിരിച്ചറിഞ്ഞ എഴുത്തച്ഛൻ അവയെ ബോധപൂർവം വിസ്മരിക്കുകയായിരുന്നു. ധർമ്മം അധർമ്മം, ഭക്തി അഭക്തി, ദൈവം ആസുരം, നന്മ തിന്മ എന്നീ വിപരീതാർത്ഥ ദ്വന്ദ്ങ്ങളിലൂടെയാണ് എഴുത്തച്ഛൻ തൻ്റെ രാമായണ സങ്കല്പത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. ഉത്തമ ബ്രാഹ്മണരെല്ലാവരും ഉന്നതന്മാരാണെന്നും രാക്ഷസരായി പിറന്നാൽ അവർ വധ്യരാണെന്നുമുള്ള ഒരു തോന്നൽ അദ്ദേഹം സൃഷ്ടിക്കാൻ കാരണം സമൂഹത്തിലെ പൊതു ഇടങ്ങളിലുണ്ടായിരുന്ന ധാർമ്മിക ച്യുതിയെ ഇല്ലാതാക്കി ഒരു പുതിയ ജീവിത രീതി നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു. ബ്രാഹ്മണരിൽ കൂടുതലും ദൈവിക വൃത്തിയിൽ കഴിഞ്ഞവരായിരുന്നതിനാൽ അതിലേക്ക് കൂടുതൽ ജനമനസ്സ് അടുപ്പിക്കാനായിരുന്നു എഴുത്തച്ഛൻ്റെ ശ്രമം. അല്ലാതെ ഒരു വിമർശനത്തിനു വേണ്ടി എഴുത്തച്ഛൻ ബ്രാഹ്മണ പക്ഷപാതിയായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ല. കഥാപാത്രങ്ങളെ ദ്വന്ദ്വഘടകങ്ങളായി ചിത്രീകരിച്ചതിൽ എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിത്വം രാവണൻ്റേതാണ്. അത്തരമൊരു രാവണ പരിവേഷം ചിത്രീകരിക്കുവാൻ എഴുത്തച്ഛനെ പ്രേരിപ്പിച്ച സാമൂഹിക ഗതിയും നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. എന്നാൽ ആ രാവണ ചിത്രത്തിൻ്റെ യഥാർത്ഥ ചിത്രത്തിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങുന്നത് രാമായണ വായനയെ പുതിയ തലത്തിൽ വീക്ഷിക്കുവാൻ സഹായിക്കും എന്ന് തോന്നുന്നു. കമ്പരാമായണത്തിൽ സീത രാവണന്റെ മകളാണ്. കമ്പരുടെ രാമായണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് വയലാർ രാവണപുത്രി എഴുതിയത്. എഴുത്തച്ഛൻ്റെ രാമായണത്തിലെ രാവണന് സൗമ്യവും സഭ്യവുമായ ഒരു മുഖം പോലുമില്ല. അയാളുടെ മനസ്സ് മലീമസമാണ്. സ്ത്രീജിതൻ, നിഷ്ഠൂരനായ ചക്രവർത്തി, ഹിംസയും യുദ്ധവും ഉത്സവമാക്കിയ അധർമ്മി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത അതിക്രൂരൻ, ഇതൊക്കെയാണ് രാവണ ചിത്രം. യഥാർത്ഥത്തിൽ ആരായിരുന്നു, എന്തായിരുന്നു രാവണൻ? വാൽമീകി രാമായണം രാവണനെ സത്യസന്ധമായി ചിത്രീകരിക്കുന്നുണ്ട്. കിടയറ്റ യോദ്ധാവായിരുന്നു രാവണൻ. അയാളുടെ ബാല്യകാലം അത്ര ശോഭനമായിരുന്നില്ല. ശിഥിലമായ വംശീയതയും അസ്ഥിരമായ ജീവിതാവസ്ഥയും രാവണനെ നിഴൽ പോലെ പിന്തുടർന്നിരുന്നു. ലങ്കയെന്ന സാമ്രാജ്യത്വത്തിൻ്റെ ഉത്ഥാനം രാവണന്റെ കൂടി ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. കടന്നു വന്ന വഴികളും അനുഭവിച്ച യാതനകളും അയാളെ പരുക്കനും കരുത്തനുമായി മാറ്റി. ആരോടും അയാൾ സൗമ്യത പുറമെ പ്രകടിപ്പിച്ചില്ല. സദാസമയവും ജാഗരൂകമായ കണ്ണുകളോടെ അയാളിലെ വംശസംരക്ഷകൻ ലങ്കയ്ക്ക് കാവലിരുന്നു. ഉറ്റവരോടും ഉടയവരോടും മാത്രമല്ല,
ഒരിക്കലെങ്കിലും തന്നെ സഹായിക്കുന്നവരോട് പോലും രാവണന് വല്ലാത്ത കടപ്പാടായിരുന്നു. ശത്രുമിത്ര ഭേദം അയാളുടെ ഉള്ളിൽ എപ്പോഴും ശക്തമായിരുന്നു. എങ്കിലും രാവണൻ കലാകാരനായിരുന്നു. സംഗീതത്തിൽ അഗാധമായ പരിജ്ഞാനം അയാൾ നേടിയിരുന്നു. ലങ്കയുടെ പുനർനിർമ്മാണ വേളയിൽ മയൻ പോലും അയാളുടെ വാസ്തുശാസ്ത്രപരമായ ഉപദേശങ്ങൾ സ്വീകരിച്ചിരുന്നുവെന്ന് കാണാം. യോദ്ധാവ് മാത്രമായിരുന്നില്ല, അപാരമായ കണിശതയുള്ള യുദ്ധതന്ത്രജ്ഞൻ കൂടിയായിരുന്നു രാവണൻ. യുദ്ധരംഗങ്ങളിൽ സൈന്യവിന്യാസം രാവണന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു. സംഗ്രാമത്തിന്റെ സംഹാരക്രിയകളിൽ പോലും അയാൾ ഒരുതരം വന്യമായ സൗന്ദര്യം ആസ്വദിച്ചിരുന്നു. കലാനിപുണനായ രാവണനാണ് പഞ്ചചാമര വൃത്തത്തിൽ ശിവസ്തുതി രചിച്ചത്. രാവണൻ അത് ചൊല്ലുമ്പോൾ ശിവൻ താണ്ഡവമാടുമായിരുന്നുവത്രേ. ദുർബലരോടെന്നും പുച്ഛമായിരുന്നു രാവണന്. തനിക്ക് സമ്മതമെന്ന് തോന്നാത്ത ഒരാളോട് യുദ്ധം ചെയ്യുന്നതിൽ അയാൾ എപ്പോഴും വിമുഖത കാട്ടിയിരുന്നു. ലക്ഷ്മണനെ വിട്ട് രാമനോടെതിർക്കാൻ കൊതിക്കുന്ന രാവണനെ എഴുത്തച്ഛൻ പോലും കാട്ടിത്തരുന്നുണ്ട്. യുദ്ധം അയാൾക്കെന്നും ഒരു ഉത്സവമായിരുന്നു. തന്നിൽ നിന്ന് ഭിന്നനായിട്ടല്ല രാവണൻ ലങ്കയെയും രാക്ഷസ സംഘത്തെയും കണ്ടത്. ലങ്കേശ്വരൻ എന്ന സംബോധനയിൽ രാവണൻ സ്വയം അഭിമാനിച്ചു. ലങ്കയ്ക്ക് ഗുണകരമായതെന്തിനേയും നല്ലതെന്തിനേയും രാവണൻ സ്വന്തമാക്കി. ചോദിച്ചിട്ടും നൽകാതിരുന്നതിനെ ബലാത്കാരമായി അപഹരിച്ചു. അതിലൊരു രാവണത്വമുണ്ടായിരുന്നു. തൻ്റെ കാലശേഷവും ലങ്കയും വംശവും നിലനിൽക്കണമെന്ന ഒരു വംശോദ്ധാരകൻ്റെ സ്വപ്നമുണ്ടായിരുന്നു. ആ രാവണനെക്കുറിച്ചുള്ള ബാക്കി ഭാഗങ്ങളുമായി നാളെ കേൾക്കാം എന്ന ശുഭപ്രതീക്ഷയോടെ എല്ലാവർക്കും നമസ്കാരം.